സ്ത്രീനെ ഇത്രയും അവരുടെ വസ്ത്രങ്ങൾ വരെ അഴിച്ച് ഇത്രയും കാണിച്ചു. എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്, എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി. എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല, എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല. ഹലോ സുഹൃത്തുക്കളെ, വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായത്. ലിറ്റി എന്ന് പറയുന്ന ഒരു ലേഡിയെ നടു റോട്ടിലിട്ട് ആ ലേഡിയെ വസ്ത്രം പിച്ച് ചീന്തുകയും കൂടാതെ തുടർന്ന് ആ നടു റോട്ടിലിട്ട് ആ ലേഡിയെ ചവിട്ടി കൂട്ടി വളരെ മൃഗമായിട്ട് തന്നെ ഉപദ്രവിക്കുകയും ചെയ്തു. നടു റോട്ടിൽ അത്രയും ഉപദ്രവങ്ങൾ ഏറ്റുവേടിച്ച് വസ്ത്രങ്ങൾ പിച്ച് ചീന്തിയ നിലയിൽ കിടന്നിട്ടും ഒരാൾ പോലും സഹായിക്കാൻ ചെയ്തില്ല. ഒടുക്കം ഈ ലേഡിയെ ഹോസ്പിറ്റലിലാക്കുകയും ഈ വിഷയം അങ്കമാലിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തിട്ട് ഒരു പോലീസുകാരൻ പോലും എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവരെ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്നത്. തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. നമുക്കറിയാവുന്നതാണ് അങ്കമാലിനെ കുറിച്ച്. നിങ്ങൾക്കറിയില്ലെങ്കിലും എനിക്ക് നല്ല പോലെ അങ്കമാലിനെ കുറിച്ച് അറിയാം. 8-9 വർഷം അങ്കമാലി ജോലി ചെയ്തൊരു വ്യക്തിയാണ്. തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനും സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു പോലീസുകാരൻ പോലും എന്താണ് വിഷയം എന്ന് അറിയാൻ വേണ്ടി ഈ ലേഡിയുടെ അടുത്ത് ചെന്നില്ല. അതേന്ന് മണിക്കൂറുകൾക്ക് ശേഷം പോലീസുകാരൻ ചെന്നു. എന്തിനോ വേണ്ടി ചെന്ന രീതിയിലാണ് ഈ പോലീസുകാർ ഈ ലേഡിയുടെ അടുത്ത് പോയത്. എന്താണ് വിഷയം എന്ന് സംസാരിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ ലേഡി പറയുന്നത് കേട്ടു നോക്കാം. ഇപ്പൊ പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചതിനെന്നാ പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം. അത് മാത്രമല്ല, ഒരു സ്ത്രീനെ ഇത്രയും അവരുടെ വസ്ത്രങ്ങൾ വരെ അഴിച്ച് ഇത്രയും കാണിച്ചു. എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്, എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി. എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല, എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്ക് ഒരാളില്ല സഹായത്തിന്. എനിക്കിതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ. കണ്ടില്ലേ അവരെ അവസ്ഥ? കണ്ടില്ലേ? മുഖത്തൊക്കെ അവരെ നോക്കി കാണാൻ മർദ്ദനമേറ്റ രീതിയുണ്ട്. അവരെ വസ്ത്രമൊക്കെ വലിച്ചു കീറി വെച്ചിട്ട് കൈയൊന്നും എനക്കാൻ പറ്റുന്നില്ല. 3 കുട്ടികളുണ്ട്. 7 വർഷങ്ങളായിട്ട് അങ്കമാലിയിൽ കല്യാണം കഴിച്ച് വിട്ടാണ് ഈ പെണ്ണിനെ. ലിറ്റി എന്നാണ് പേര്. 7 വർഷം മുമ്പ് കല്യാണം കഴിച്ച് അന്ന് മുതൽ ഈ പറയുന്ന ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും വളരെയേറെ മർദ്ദനങ്ങളും ക്രൂരതകളുമാണ് ഈ ലേഡി ഏറ്റുമേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണെ കെട്ടിച്ച് വിട്ടിട്ട് ആ കെട്ടിച്ച വീട്ടിൽ ആ പെണ്ണിന് ഏത് രീതിയിൽ അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നത് മലയാളികൾ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. പണം അത് തന്നെയാണ് ആവശ്യം. അതിന്റെ പേരിലാണ് ഈ പറയുന്ന ഭർത്താവിന്റെ അമ്മയും അച്ഛനും ഈ പറയുന്ന ഭർത്താവിന്റെ പെങ്ങളും പ്ലസ് സഹോദരിയിൽ നിന്ന് പോലും മർദ്ദനങ്ങൾ ഏറ്റുപിടിക്കുന്നത്. അതും സെക്ഷലി ആയിട്ട് പോലും ഈ പറയുന്ന ഭർത്താവിന്റെ സഹോദരനിൽ നിന്നുള്ള ക്രൂരതകൾ ഏറ്റുപിടിക്കുന്നുണ്ട്. ഇതേ മാസം തന്നെ കഴിഞ്ഞ വർഷം ഈ ലേഡിയുടെ മർദ്ദിക്കുകയും ഈ ലേഡിയുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയ പ്ലേസുകളിലൊക്കെ ഈ പറയുന്ന ഭർത്താവിന്റെ സഹോദരൻ കയറി പിടിച്ചതിനെ തുറന്നിട്ട് ഈ ലേഡി കേസ് കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഈ പണത്തിന്റെയും കാര്യങ്ങളുടെ ഒക്കെ വിഷയത്തിൽ ഭർത്താവിന്റെ സഹോദരൻ കമ്പിവടിയൊക്കെ ഈ പറയുന്ന ലേഡിയും ഭർത്താവും മാറി താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് മർദ്ദിക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ ഈ ലേഡി എന്ത് ചെയ്തു? ഈ സഹോദരന്റെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇട്ടു. തുടർന്ന് ഈ ലേഡിക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ലേഡിയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ ചെന്നതിന് ശേഷം ഈ ഭർത്താവിന്റെ സഹോദരനും ഒക്കെ ചെന്നിട്ട് അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ ലേഡിയുടെ അച്ഛനെ മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് ഈ ലേഡിയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അവിടെ നിന്ന് ഈ പറയുന്ന ഡോക്ടർമാർ വേറെ സ്ഥലത്തേക്ക് ഈ ലേഡിയുടെ അച്ഛനെ വേറെ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറയുന്നു. വേറെ സ്ഥലത്ത് കൊണ്ടുപോകുന്ന സമയത്താണ് വീണ്ടും ഉള്ള മർദ്ദനങ്ങൾ നേരിട്ടുപിടിക്കുന്നത്. ആദ്യം തന്നെ ഹെൽമെറ്റ് കൊണ്ട് ഈ ലേഡിയുടെ പുറത്തേക്ക് അടിച്ചു എന്നാണ് പറയുന്നത്. തുടർന്ന് വീണതിന് ശേഷം ഈ ലേഡിയുടെ വസ്ത്രത്തിന്റെ മുൻവശം വലിച്ചു കീറുകയും ആ നടു റോട്ടിലിട്ട് ചവിട്ടി മെതിക്കുകയാണ് ഈ ലേഡിയെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് കണ്ടു നിൽക്കണ്ടാവും. അങ്കമാലി ഹോസ്പിറ്റലിന്റെ സൈഡിലാണ് ഇത്രത്തോളം മർദ്ദനവും ഇത്രത്തോളം ക്രൂരതകളും ഇതേപോലെ ഒരു പെണ്ണിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുന്നു കണ്ടിട്ടും ഒരാൾ പോലും സഹായിക്കാൻ ചെന്നില്ലെന്ന് പറയുമ്പോൾ അത്രത്തോളം നാണം കെട്ട നാട്ടുകാരാണോ എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ ധൈര്യമില്ലാത്തവരോ ഇത്രത്തോളം അതപ്പതിച്ചു പോയോ അങ്കമാലിക്കാർ? എൻ്റെ അറിവിലുള്ള അങ്കമാലിക്കാർ അങ്ങനെ അല്ല. കാരണം അങ്കമാലിയിലുള്ള എൻ്റെ അറിവിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ ചെന്ന് സംസാരിക്കുന്നവരാണ്. അങ്കമാലി പോലീസുകാരെ എനിക്കറിയാവുന്നതാണ്. കാരണം നമ്മുടെ ഹോട്ടലിലൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്നു അവിടുത്തെ ഒരുപാട് പേരെ എനിക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നത്. അവരൊന്നും ഇത്രത്തോളം ഉത്തരവാദിത്തം ഇല്ലാത്തവരായി പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ലേഡി പറയുന്നത് കേട്ടു എന്തൊക്കെ രീതിയിൽ ഈ ലേഡിക്ക് എത്രയോ വർഷങ്ങളായിട്ട് 7 വർഷങ്ങളായിട്ട് ഈ ലേഡി അനുഭവിക്കുന്നതും ഇന്നലെ ഇന്നും കൂടി ഈ ലേഡി അനുഭവിച്ച കാര്യങ്ങൾ ഈ ലേഡി പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. എൻ്റെ പേര് ലിറ്റി. ഞാൻ ഇവിടെ അങ്കമാലിയിൽ കല്യാണം കഴിച്ച് വന്നിട്ട് 7 വർഷമായി.
കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനമാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിൻ്റെ അമ്മ, അപ്പൻ, ഭർത്താവിൻ്റെ ചേട്ടൻ, അതുപോലെ കെട്ടിച്ചു വിട്ട ഒരു പെങ്ങള്, ചാലക്കുടിയിലുള്ള ഒരു പെങ്ങള്, ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് 7 വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. അന്ന് ഈ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട്. പക്ഷേ അതിനുശേഷം എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്ന്, ഞാൻ താമസിക്കുന്ന, എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസിട്ടു. അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് FIR ഇട്ട് അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിനുശേഷം ഇന്നലെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോയി. ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കുന്നത്. അത് കാരണം അവന് ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് 5 മണിയായപ്പം ഈ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പനെ അവൻ തല്ലി ചതച്ച്, എൻ്റെ അപ്പൻ BP പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻറ്റുമാണ്. എൻ്റെ അപ്പനെ തല്ലി ചതച്ച് എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞ് കള്ളക്കാര്യം പറഞ്ഞ് ഇവിടെ വന്ന് അഡ്മിറ്റായി. അവൻ ഇവിടെ മാറി കിടപ്പുണ്ട്. ഇതിപ്പോൾ അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലിട്ട് എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവൻ്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം. പട്ടീനെ തല്ലി ചതയ്ക്കുന്നവനാണ് എന്നെ ഈ അങ്കമാലി ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ ഇട്ട് അടിക്കുകയും ഞാൻ പുറന്തള്ളി വീഴുകയും അതിനുശേഷം എൻ്റെ കാലും കൈയും ചവിട്ടി മെതിക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. എൻ്റെ അപ്പന് സുഖമില്ല. എൻ്റെ പുറം ഇടിച്ചതിൻ്റെ വേദന നല്ലോണമുണ്ട്. തല പൊട്ടിയിട്ട് എനിക്ക് പറ്റണില്ല. തല വേദന എടുത്തിട്ട് പറ്റണില്ല. ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നം നടന്നിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ എൻ്റെ കൂടെയുള്ളവർ പോലീസിനെ വിളിച്ചു. ഇതുവരെയായിട്ട് അവർ വന്നിട്ടോ എൻ്റെ മൊഴി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടിക്കാരുടെ ബലമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോഴും ഇതിനൊരു സൊല്യൂഷൻ കേട്ടില്ലേ? നടു റോട്ടിലിട്ടിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലുകയും ഒരു പെണ്ണിന്റെ വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തിട്ട് ഒരാളും ചോദിക്കാനോ ഒരാളും പ്രതികരിക്കാനോ ചെന്നില്ല. 1/2 മണിക്കൂറോളമായിട്ട് പോലീസുകാർ തൊട്ടടുത്തുള്ളതാണ് ഹോസ്പിറ്റലിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ. അവിടെ നിന്ന് ഒരു പോലീസുകാരൻ പോലും അവിടെ ചെന്ന് അന്വേഷിച്ചില്ല. എന്നിട്ട് ചെന്നു, എന്തിനോ വേണ്ടി ചെന്നാൽ പോരാ. ഇവർക്ക് സംശയമുണ്ട് പാർട്ടിക്കാരെ പിൻബലമാണോ അല്ലെങ്കിൽ പണത്തിന്റെ പിൻബലമാണോ എന്ന് അറിയില്ല. എന്നാൽ പോലും ഒരു ലേഡിക്ക് ഇത്രത്തോളം അനുഭവം ഉണ്ടായിട്ട് 1 വർഷം മുമ്പേ ഈ ലേഡിക്ക് ഈ പറയുന്ന സഹോദരനിൽ നിന്നും വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നും കേസ് കൊടുത്തിട്ടുണ്ട്. അന്ന് ഈ പോലീസുകാർ കൃത്യമായിട്ട് ഈ പറയുന്ന സഹോദരനെ വിളിച്ച് കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തിരുന്നെങ്കിൽ ഇന്ന് അവന്റെ കൈ ഈ രീതിയിൽ ഒരു പെണ്ണിന്റെ നേരെ പൊന്തൂലായിരുന്നു. എന്നിട്ട് പൊന്തിയിട്ടുണ്ടെങ്കിലോ അന്ന് ഈ പോലീസുകാർ കൃത്യമായിട്ടുള്ള നടപടി എടുത്തില്ല. കാരണം പോലീസിനെ പേടിയില്ല എന്നതുകൊണ്ടല്ലേ ഇത്രത്തോളം മർദ്ദനം നടു റോട്ടിലിട്ട് ഒരു പെണ്ണ് അനുഭവിക്കേണ്ടി വന്നത്. ഒരു സ്ത്രീയായിട്ട് കൂട്ടിയാൽ മതി, ജ്യേഷ്ഠന്റെ ഭാര്യയായിട്ട് ഒന്നും കൂട്ടണ്ട. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു ജീവനുള്ള മനുഷ്യനെ നടു റോട്ടിലിട്ട് ഇത്രത്തോളം ആക്രമിച്ചിട്ട് ഒരാൾക്ക് ചോദിക്കാൻ കഴിയില്ല. ഓട്ടോ ലാൻഡിന്റെ അവിടെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാർ പോലും ഇതിനെതിരെ സംസാരിക്കാത്തോ പ്രതികരിക്കാത്തോ എന്തുകൊണ്ടാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇത്രേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി കൊടി ഉയർത്തുന്നു, സ്ത്രീകളുടെ ഇതിനു വേണ്ടി സമരം നടത്തുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു പെണ്ണിന് ഇത്രയും ബുദ്ധിമുട്ട് അക്രമം സംഭവിച്ചിട്ട് ഒരു സ്ത്രീ പോലും അതിനനുസരിച്ച് സംസാരിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജയാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. ഇത് ചിലപ്പോൾ ഈ വിഷയം ഇപ്പോൾ അധികം സംസാര വിഷയമാവാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ GS with Ash എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വന്നത്. അത് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള ആ ലേഡിയുടെ ഫാമിലിയിൽ പെട്ടതാണ് ഈ ലത്തി എന്ന് പറഞ്ഞ പെണ്ണ്. അതുകൊണ്ടാണ് ആ ലേഡിയെ കുറിച്ചുള്ള വീഡിയോ ഇവർ ചെയ്തിരിക്കുന്നത്. വേറെ ആരും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുള്ള നാളെയും മറ്റന്നൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ചർച്ച വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ചാനലിൽ ഈ വിഷയം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ലേഡിക്ക് സംഭവിച്ചു, ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പോൾ ഇത്രയും സംഭവിച്ചുള്ളൂ എന്ന് ആശ്വസിക്കുന്ന സമയത്ത് ഇതിലും വലുത് എന്തോ സംഭവിക്കാനിരുന്നതാണ് എന്ന കാര്യം ചിന്തിക്കാതിരിക്കരുത്. ഒന്നേ ഉള്ളൂ, വളരെ ക്ഷേമമാണ് എനിക്ക് അങ്കമാലിക്കാരോട് തോന്നുന്നത്. 8-9 വർഷത്തോളം അവിടെ ജോലി ചെയ്തിരുന്നു. നല്ല ഇഷ്ടമുള്ള ഒരു നാടാണ്. ഇനിയും അവിടെ ജോലി ചെയ്യാനും ഇനിയും അവിടെ പോയി വർക്ക് ചെയ്യാനും താല്പര്യവും
ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇനിയിപ്പോൾ ഞാൻ അവിടെ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഒരാൾ സഹായിക്കാനില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം അതപ്പതിച്ചു പോയ പോലെ എനിക്ക് തോന്നുന്നു. വരും ദിവസങ്ങൾ വരും വിഷയങ്ങളുമായി കാണാം. ബൈ.